വലിയ ടൈലാണേ. വലിയ ടൈലിടുമ്പോൾ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് പോയില്ല എന്നുണ്ടെങ്കിലേ ഈ സൈസുള്ള ടൈലാണ്. കറക്റ്റായിട്ട് ഗമ്മ് വെച്ച് തന്നെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ വലിയ ടൈല് വരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് ടൈലിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം, ഫ്ലോറിലും സ്പ്രെഡ് ചെയ്യണം. സ്പേസറിന് വേണ്ടിയിട്ട് എപ്പോക്സി ഇടുന്നുണ്ടെങ്കിൽ ആ കോർണേഴ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായിട്ട് സ്പേസറും വെഡ്ജും ഇതേപോലെ പ്രോപ്പറായിട്ട് വെച്ച് പിടിച്ച് കൃത്യമായിട്ട് വെക്കാൻ ആവശ്യത്തിന് പണിക്കാർ വേണം. പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യണം. മൂല പൊട്ടിക്കരുത്, പരിക്കുണ്ടാക്കരുത്. സ്കർട്ടിങ്ങിനുള്ള ഗ്യാപ്പ് കൃത്യമാക്കിയിട്ട് ജാക്കി വെച്ചിട്ട് തന്നെ നീക്കണം. കറക്റ്റായിട്ട് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നടുഭാഗത്ത് നിന്ന് എയർ വൈബ്രേറ്റർ വെച്ചിട്ട് തള്ളിക്കളയണം. എയർ തള്ളിക്കളഞ്ഞിട്ട് വേണം വെഡ്ജ് ടൈറ്റ് ചെയ്യാൻ. ആ വെഡ്ജിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റായിട്ട് രണ്ട് ടൈല് തമ്മിൽ നല്ല ലെവലിൽ നിൽക്കും. ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഒരു തട്ടലോ മുട്ടലോ വരണ്ടോ എന്നുള്ളത്. ഫിസിക്സിനും മാത്തമാറ്റിക്സിനും എതിരായിട്ട് ഒരു കാര്യവും ടൈലിടുമ്പോഴും ഇല്ല. നമ്മളിവിടെ രണ്ട് തരം വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു വൈബ്രേറ്റർ, ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് അത്രയും ഹെവി അല്ലാത്തൊരു വൈബ്രേറ്റർ. ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി സയൻറ്റിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്സിനും മാത്തമാറ്റിക്സിനും എതിരായിട്ട് ഒന്നും നടക്കില്ല എന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈല് പൊങ്ങി വരുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എത്ര വലിപ്പമുള്ള ടൈലാണെങ്കിലും നല്ല ഫിനിഷ്ഡ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ലേ ചെയ്യാൻ പറ്റും. ചിലപ്പം ലേ ചെയ്യുന്ന സമയത്തുള്ള ലേബർ കോസ്റ്റ് നമ്മൾ കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക, അത്രയും നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ടാവുക മുതലായ സാഹചര്യങ്ങളിൽ